ഏതു ബന്ധവും പൊട്ടിച്ചെറിയുവാൻ എളുപ്പമാണ്. പക്ഷേ അത് നിലനിർത്തണമെങ്കിൽ ഒട്ടേറെ സഹിക്കേണ്ടി വരും. പ്രണയിച്ച് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ഏത് പെൺകുട്ടികളും പറയുന്ന ന്യായമുണ്ട്: വീട്ടിലെ സാഹചര്യം. ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇന്ന് മദ്യം കഴിച്ച് കുടുംബം നോക്കാത്ത അച്ഛന്മാരുടെ വീട്ടിലെ കുട്ടികളാണ് പഠിച്ചു മുന്നേറി ജോലി നേടിയെടുക്കുന്നത്. എന്നാൽ ഒരല്ലലും ഇല്ലാതെ സുഖജീവിതം നയിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് വഴിതെറ്റിപ്പോകുന്നത്. അതെന്തുകൊണ്ടാണ്? പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ കഷ്ടപ്പാട് അറിഞ്ഞു ജീവിക്കുമ്പോൾ അവർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകുന്നു. എന്നാൽ സുഖലോലുപതയിൽ ജീവിക്കുന്ന കുട്ടികൾ ലക്ഷ്യബോധം ഇല്ലാതെ കാലിടറി വീഴുന്നു. വിവാഹിതരായ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. അത് 2 തരത്തിൽ ഉണ്ട്. വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഭർത്താവിനെ സഹായിക്കാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകുന്നവർ ഉണ്ട്. അവർ ഒരിക്കലും ഒരു പ്രലോഭനങ്ങളിലും വീഴുകയില്ല. അവരുടെ ഭർത്താവ് കള്ളുകുടിയനോ തെമ്മാടിയോ ആയാലും സ്വന്തം വ്യക്തിത്വം നശിക്കാതിരിക്കാൻ അവർ ജാഗ്രത പുലർത്തും. എന്നാൽ എല്ലാ സുഖസൗകര്യങ്ങളോടും ജീവിക്കുമ്പോഴും അടിസ്ഥാന യോഗ്യത ഇല്ലെങ്കിലും വാശി പിടിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അവർ സ്വാതന്ത്ര്യം തേടി പോകുന്നവരാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം. ഭർത്താവിന്റെ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കേണ്ടതിലുള്ള വിമുഖതയാണ് അതിൽ പ്രധാന കാര്യം. അവർ മനസ്സുവെച്ചാൽ കുടുംബം സ്വർഗമാക്കാവുന്നതേയുള്ളൂ. എങ്കിലും അതിന് തയ്യാറാകാതെ വാശി പിടിച്ച് ജോലിക്കിറങ്ങും. അവരാണ് എളുപ്പം പ്രലോഭനങ്ങളിൽ വീഴുന്നത്. സ്വന്തമായി വരുമാനം ലഭിച്ചു തുടങ്ങുമ്പോൾ ഇനി ആരെയും ആശ്രയിക്കാതെ ജീവിക്കാമെന്ന് കരുതുന്നു. ഭർത്താവിനോട് കയർക്കുന്നു. സ്വയം കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ച് കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. പുതിയ സൗഹൃദങ്ങൾ തേടുന്നു. അതിൻ്റെ പേര് ആൺസുഹൃത്ത്. അവൻ സ്വന്തം കുടുംബത്തിലെ ദുഃഖങ്ങൾ അവളുടെ മുമ്പിൽ മനസ്സ് തുറന്ന് കാട്ടുമ്പോൾ അവളുടെ മനസ്സലിയുന്നു. കയ്യിലെ പണവും സ്വർണവും ശരീരവും പങ്കുവെക്കുമ്പോൾ അവനുണ്ടാകുന്ന ആശ്വാസത്തിൽ അവൾ സംതൃപ്തി അടയുന്നു. അവൻ മറ്റൊരു സ്ത്രീയെ ചതിച്ചുകൊണ്ടാണ് തന്നിലേക്ക് ചേക്കേറുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാതാകുന്നു. സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവർ എന്തെല്ലാമോ നേടാൻ ശ്രമിക്കുന്നു. അവസാനം എന്തെങ്കിലും നേടുന്നുണ്ടോ? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇന്ന് പല സ്ത്രീകളുടെയും ജീവിതം തകരാറിലാകുന്നത്? എല്ലാം പുരുഷന്മാരിൽ പഴിചാരി സ്വയം ന്യായം കണ്ടെത്തുന്നു. ജീവിതം വിട്ടുവീഴ്ചകൾ കൊണ്ട് മാത്രം മെച്ചപ്പെടുത്തിയെടുക്കുന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരുന്നത്. സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതം സന്തോഷകരമാക്കി എടുക്കാവുന്നതേയുള്ളൂ. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ പരസ്യമില്ലാത്ത സിനിമയില്ല. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഈ പരസ്യമില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങളില്ല. ഏത് ഉൽപ്പന്നവും വിറ്റഴിയുന്നത് പരസ്യത്തിലൂടെയാണ്. ചില പരസ്യങ്ങൾക്ക് താഴെ ചെറിയ അക്ഷരത്തിൽ അതിൻ്റെ മുന്നറിയിപ്പുമുണ്ട്. ഇത് കണ്ടില്ലെന്ന് നടിച്ച് വാങ്ങി അവരുമായി സഹകരിക്കുന്നു. അവരെ സമ്പന്നരാക്കുന്നു. ഇല്ലെങ്കിൽ എത്രയോ പുകയില തൊഴിലാളികൾ പട്ടിണിയിലാവും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പുകവലിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പങ്കാളികളാകണം. എങ്കിലേ ഇതുപോലുള്ള കമ്പനിക്കാർ രക്ഷപ്പെടൂ. ഇനി നിന്റെ ആരോഗ്യം പോയാലും സാരമില്ല. അത് താങ്ങാൻ ഭാര്യയും മക്കളുമുണ്ടെന്ന് നീ സമാധാനിക്കുക. നീ വലിക്കുന്ന ഓരോ പുകയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെയും നാശത്തിനാണ് എന്ന തിരിച്ചറിവ് വളരെ വൈകിയാണ് നിനക്കുണ്ടാവുക. അപ്പോഴേക്കും നിനക്കൊരോർമ്മയും ഉണ്ടാവില്ല. കാരണം നിനക്കിപ്പോൾ 1 വയസ്സുള്ള കുട്ടിയുടെ ഓർമ്മയാണ്. നിന്നെ ചികിത്സിക്കാൻ ഒരു കമ്പനിക്കാരും വരില്ല. നിന്റെ മലമൂത്ര വിസർജനം എടുക്കാൻ ഭാര്യയും മക്കളുമല്ലാതെ വേറെ ആരുമുണ്ടാവില്ല. കാരണം നീ കുട്ടിയാണ്, ഓർമ്മകളില്ലാത്ത ഒരു കൊച്ചുകുട്ടി. സ്നേഹമുള്ള ഭാര്യയും മക്കളുമാണേൽ നിന്നെ ചേർത്ത് നിർത്തും. മറിച്ചാണെങ്കിലോ, ഒരു നിമിഷം ചിന്തിക്കൂ. നീ കുടുംബത്തിന് പ്രിയങ്കരനല്ലെങ്കിൽ ഭാര്യ നിന്നെ നോക്കുമോ? നിന്റെ അധ്വാനത്തിന്റെ പങ്ക് കൊടുത്ത സിഗരറ്റ് കമ്പനിക്കാർ മരുന്ന് വാങ്ങാൻ പൈസ തരുമോ? നിന്റെ നാശം നീ വരുത്തിവച്ചതാണ്. ഒപ്പമുണ്ടായിരുന്ന ചങ്ങാതിമാർ തിരിഞ്ഞു നോക്കില്ല. ആർക്കും ഒരു സഹതാപവും നിന്നോടില്ല. കാരണം നീ വില കൊടുത്തു വാങ്ങിയതാണ് ഈ അവസ്ഥ. ഇന്നു നീ ഓർമ്മയില്ലാതെ ഓരോന്നും ചെയ്യുന്നത് നീ പോലും അറിയുന്നില്ല. എല്ലാവരും ഏകനായിട്ടാണ് ജനിക്കുന്നത്, പോകുന്നതും അങ്ങനെ തന്നെ. ഇവ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾ സ്വയം കബളിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ മറ്റാരുടെയൊക്കെയോ കൂടെയാണെന്ന്.
ജീവന്റെ അടിത്തട്ടിൽ നിങ്ങൾ തനിച്ചാണ്. ഒരിക്കൽ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള സകല അസുഖങ്ങളും മാഞ്ഞു പോകുന്നു. നിങ്ങളുടെ പൂർണ്ണമായ ഏകാന്തതയെ ഒരിക്കൽ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മോചിതനായിത്തീരുന്നു. പിന്നീട് യാതൊരു ബന്ധനവുമില്ല. പ്രേമത്തിന് ഒഴുകാനാവും. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേമത്തിന് അപ്പോൾ മാത്രമേ ഒഴുകാനാവൂ. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ പ്രേമം എന്നത് ഒരു ആശ്രയത്വമല്ല. നിങ്ങൾ മറ്റാരിലും ആശ്രയിച്ചിരിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഏതൊരു പ്രേമമായാലും ഇന്നല്ലെങ്കിൽ നാളെ വെറുപ്പായി പരിണമിക്കപ്പെടും. പാരമ്യതയിൽ നിങ്ങൾ തനിച്ചാണ്. ഹൃദയത്തിൻ്റെ പരമമായ അന്തർഭാഗത്ത് നിങ്ങൾ തനിച്ചാണ്. നിങ്ങളത് എപ്പോൾ സ്വീകരിക്കുന്നുവോ അപ്പോൾ സ്നേഹത്തിന് ഗംഗയെപ്പോലെ ഒഴുകാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു നിബന്ധനകളുമില്ലാതെ സ്നേഹിക്കാനാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരാശ്രിതനാകാതെ സ്നേഹിക്കാനാവും. അഥവാ ആരെയെങ്കിലും നിങ്ങളിൽ ആശ്രിതനാക്കാതെ സ്നേഹിക്കാനാവും. അപ്പോൾ സ്നേഹം തന്നെ സ്വാതന്ത്ര്യമായി മാറുന്നു. ജീവിതം ഒരു ഊഞ്ഞാൽ പോലെയാണെന്ന് അനുഭവപ്പെടാറുണ്ടോ? വിജയത്തിൽ നിന്ന് പരാജയത്തിലേക്കും പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും മാറി മാറി ആടിക്കളിക്കുന്ന ഒരു ഊഞ്ഞാൽ പോലെ. ഇന്ന് പരാജയം അനുഭവിക്കുന്നു, നാളെ വിജയം അനുഭവിക്കുന്നു, പിന്നെ അടുത്ത ദിവസം പരാജയവും, അങ്ങനെ തുടർന്നു പോകുന്നു. വിജയം സംഭവിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രസന്നമാകും. ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാവുകയും ആനന്ദമുണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ പരാജയം സംഭവിക്കുമ്പോൾ നമ്മുടെ മുഖത്തിലെ പ്രസന്നത നഷ്ടപ്പെടുന്നു. മുഖം വാടിപ്പോകുന്നു. ആ പരാജയത്തെ സമ്മതിക്കാൻ കഴിയാതെ നമ്മുടെ ഹൃദയം വേദനിക്കുന്നു. എന്നാൽ ഈ വിജയവും പരാജയവും എന്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിജയവും പരാജയവും സംഭവിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങളുടെ എതിരാളികൾ വിജയിക്കുമ്പോഴല്ല, നിങ്ങളുടെ പ്രയത്നത്തിന് ഫലമില്ലാതെ വരുമ്പോഴല്ല. നിങ്ങളുടെ പരാജയം സംഭവിക്കുന്നത് നിങ്ങൾ പരാജയം അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങളുടെ പരാജയം സംഭവിക്കുന്നത് നിങ്ങൾ പ്രയത്നിച്ചതിന് വിപരീത ഫലം ഉണ്ടാകുമ്പോഴല്ല, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമ്പോഴുമല്ല. നിങ്ങളുടെ പ്രയത്നം അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ജീവിതം സുഖമായിരിക്കുമ്പോൾ നാം പരിഹാരം തേടി പോകാറില്ല. എപ്പോഴാണോ ദുഃഖമുണ്ടാകുന്നത് അപ്പോൾ നാം ചിന്തിക്കുന്നു എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന്. അങ്ങനെ നാം കാരണം കണ്ടെത്തി പരിഹരിക്കാൻ ജ്യോതിഷികളെയൊക്കെ തേടി നടക്കുന്നു. ഇവിടെ നാം പലപ്പോഴും കബളിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കാലം നല്ലതാണെങ്കിൽ നല്ല ഫലവും കാലം മോശമാണെങ്കിൽ ദുഃഖഫലവും ഉണ്ടാകുന്നു. പല ജ്യോതിഷികളെയും കണ്ട് കാലങ്ങളോളം പല പരിഹാരക്രിയകളും ചെയ്ത് ഒടുവിൽ ദോഷകാലം തീരുന്ന സമയത്തായിരിക്കും നാം പുതിയൊരു ജ്യോത്സ്യനെ കാണാൻ പോകുന്നത്. അതോടെ തൻ്റെ പ്രശ്നങ്ങൾ മാറി എന്ന് ചിന്തിക്കുന്ന നാം ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെയും വിശ്വാസത്തോടെ പറഞ്ഞയക്കുകയും ചെയ്യും. ഇവിടെ നാം ചിന്തിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുമ്പോൾ ആ സുഖഫലങ്ങളെ തടയുവാൻ സാധിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. നല്ല കാലത്തിൻ്റെ സദ്ഫലങ്ങളെയോ കഷ്ടകാലത്തിൻ്റെ ദുരനുഭവങ്ങളെയോ പരിഹാരം കൊണ്ട് തടുക്കാനാകില്ല. ഭൂമി സൂര്യനെ ചുറ്റി വരുമ്പോൾ കാലദേശങ്ങൾക്ക് അനുസരിച്ചാണല്ലോ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാലചക്രത്തിൽ സുഖദുഃഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യാത്രക്കാരന് തൻ്റെ യാത്രയിൽ കാണുന്ന വഴിയോര കാഴ്ചകളെ അവ സുഖമായാലും ദുഃഖമായാലും എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? കടന്നു പോകുക എന്നത് തന്നെയാണ് പരിഹാരം. ജീവിതാനുഭവങ്ങളെ നേരിടാനുള്ള അറിവും ആന്തരിക ബലവുമാണ് നമുക്ക് വേണ്ടത്.